ദീപക് തർമ്മടം വീണ്ടും നമുക്കൊപ്പം ശരിയാണ്. ദീപക് പറയൂ, നമുക്ക് പെട്ടെന്ന് അവിടേക്കൊന്ന് പോകേണ്ടി വന്നതാണ്, പറയൂ. SKN ഗംഗാവാലി തീരത്ത് ആരംഭിക്കാൻ പോകുന്ന ഓപ്പറേഷൻ, ആ ഓപ്പറേഷനിലാണ് ഒരു നാടാകെ ഉറ്റുനോക്കുന്നത്. കണ്ണാടിക്കൽ ഗ്രാമം കോഴിക്കോട് കോർപ്പറേഷനിലാണെങ്കിലും ഇതൊരു ഗ്രാമപ്രദേശമാണ്. ഈ ഗ്രാമം ഒന്നാകെ അർജുനെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ 10ാം നാളിലാണ് വളരെ സാഹസികമായ ഒരു ദൗത്യത്തിന് ഇന്ദ്രപാലിൻ്റെ നേതൃത്വത്തിലുള്ള ദൗത്യസംഘം പോകുന്നത്. അവരെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന ഒരു നാടിനെയാണ് ഈ അർജുൻ്റെ വീടിനും പരിസരത്തും കാണുന്നത്. അർജുൻ്റെ കുടുംബത്തിനൊപ്പം ഒരു സഹായിയായി നിൽക്കുന്ന അയൽവാസി രവി കക്കോടി നമ്മളോടൊപ്പം ചേരുകയാണ്. രവിയുടെ ഒരു പക്ഷേ കഴിഞ്ഞ 10 ദിവസം നമ്മൾ കണ്ടതാണ് ആ കുടുംബത്തിൻ്റെ തേങ്ങൽ. ഇനിയും പ്രതീക്ഷയോടെ കൂടി പ്രാർത്ഥനയിലാണോ നിങ്ങൾ? ഇന്ന് നമ്മൾ വളരെ പ്രതീക്ഷയോട് കൂടിയാണ് നിൽക്കുന്നത്. വളരെ ആത്മവിശ്വാസമുണ്ട്. കാരണം ഇന്നലത്തെ നിന്നെല്ലാം നമുക്ക് ഒരു പ്രചോദനമേകുന്ന റിപ്പോർട്ടാണ് ഇന്നലെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് കാരണം തന്നെ നമ്മൾ ബാക്കി ഒന്നിലേക്കും ശ്രദ്ധ ചെയ്യുന്നിരിക്കാതെ ഞാനും ഈ നാടും, നമ്മുടെ നാട് മാത്രമല്ല ഈ ഇന്ത്യ രാജ്യത്തുള്ള ജനസംഖ്യ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. അതോടനുബന്ധിച്ച് നിങ്ങളെപ്പോലുള്ള ഈ മാധ്യമ പ്രവർത്തകരും മറ്റു ഉദ്യോഗസ്ഥ വൃന്ദങ്ങളും എല്ലാം ഇതിന് അഹോരാത്രം പ്രയത്നിച്ച സമയത്ത് മറ്റെന്തെങ്കിലും കമൻസോ മറ്റോ വന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും നമ്മൾ അവജ്ഞയോടുകൂടി തള്ളണം എന്നാണ് രവേട്ടൻ. ഒരുപക്ഷെ നമ്മളൊക്കെ അർജുൻ്റെ തിരിച്ചുവരവ് മാത്രമാണ് നമ്മുടെ മുൻപിലുള്ള ലക്ഷ്യം. അതിനിടയിൽ മറ്റ് പല പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. അർജുൻ്റെ കുടുംബത്തിന് നേരെ തന്നെ സൈബർ വേട്ടയാടലുകൾ നടക്കുന്നുണ്ട്. സാധാരണയുള്ളതാണ്. ദുഃഖത്തിൽ കണ്ണീരിൽ കഴിയുന്ന ഒരു കുടുംബത്തിന് നേരെ വ്യാജ വീഡിയോ നിർമ്മിച്ചുള്ള സൈബർ ആക്രമണം നടക്കുന്നു. കുടുംബം പരാതിപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായും പോലീസ് നടപടി ഉണ്ടാകും. പക്ഷേ അതിനേക്കാളൊക്കെ പ്രധാനം ഇപ്പോൾ ആ കുടുംബത്തെ ചേർത്ത് പിടിച്ച് അവർക്കൊപ്പം നിൽക്കുക എന്നത് തന്നെയാണ്. അത് തന്നെയല്ലേ രവേട്ടൻ? തീർച്ചയായും. നമ്മൾ ഇപ്പം ഈ സന്ദർഭങ്ങളിൽ നമ്മൾ അങ്ങനെയുള്ള മറ്റുള്ള ഇതിന് അനുകൂലമല്ലാത്ത അല്ലെങ്കിൽ ഇതിനോട് മറ്റൊരു രീതിയിൽ കാണുന്ന ആൾക്കാരുടെ ആ പ്രവർത്തനത്തെ നമ്മൾ ആ വിധത്തിൽ കാണണ്ട. ചിലപ്പം അവരുടെ മാനസികാവസ്ഥയായിരിക്കും, ചിലപ്പം അവരുടെ ആ മാനസിക വ്യാധി ആ വിധത്തിൽ പ്രകടിപ്പിക്കുന്നവരായിരിക്കും. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ നാടിനെപ്പോഴും നമ്മളുടെ അർജുനെ കാണണം, അർജുനെ നമുക്ക് കിട്ടണം, അർജുൻ്റെ ട്രക്ക് നമുക്ക് കിട്ടണം, ആ ഒരു ഒറ്റ പ്രത്യാശയോട് കൂടിയാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ആ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിക്കുന്ന എന്തെങ്കിലും ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിലൊന്നും നിങ്ങളാരും വഴിപ്പെടരുത്, അതിലൊന്നും നിരുത്സാഹപ്പെടരുത്. ആ വിധത്തിൽ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽക്കും. ആ പ്രതീക്ഷയോടെ തന്നെ നമ്മളുണ്ട്. താങ്ക് യു. SKN ഇത് തന്നെയാണ്, ആ കുടുംബത്തിനൊപ്പമാണ് ഈ നാടാകെ എന്നുള്ളതാണ് വസ്തുത. മറ്റല്ലാതെയുള്ള ഏതെങ്കിലും അപവാദങ്ങൾക്ക്, പ്രചരണങ്ങൾക്ക് ചെവി കൊടുക്കരുത് എന്നാണ് ഈ നാട് തന്നെ അഭ്യർത്ഥിക്കുന്നത്. ഏതായാലും ഗംഗാവാലി ഓപ്പറേഷനിൽ അവിടെ തുടങ്ങാൻ പോകുന്നു. ആ ദൗത്യസംഘം ഒരു ആശ്വാസ വാർത്ത നമുക്ക് നൽകട്ടെ. അർജുനൻ രക്ഷപ്പെട്ട് തിരിച്ചെത്തട്ടെ. ഒരുപക്ഷെ നമ്മൾ സാധാരണ മഹാഭാരതത്തിലൊക്കെ പറയും അർജുനന്റെ വരവിനെ കുറിച്ച്, അതുപോലെ അർജുൻ തിരിച്ചു വരട്ടെ എന്ന പ്രാർത്ഥനയിലാണ് ഒരു നാടാകെ SKN. ഓക്കെ, ദീപക് തർമ്മടമാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.